ഓക്കെ. മെയിൻലി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യം കോമ്പിനേഷൻ ക്ലാസ്സസ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ട്രാൻസ്ഫോമേഴ്സിനെ പറ്റി നോക്കി. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ ജനറേറ്റേഴ്സിനെ പറ്റി നോക്കി. ട്രാൻസ്ഫോമേഴ്സിൻ്റെ DYN11 എന്താണ്, അതിൻ്റെ ബേസിക് സംഭവങ്ങളൊക്കെ നോക്കി. പിന്നെ പ്രൊട്ടക്ഷൻ ഡിവൈസ് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കി. അതിൻ്റെ കേബിൾ സെലക്ഷൻ നോക്കി. അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്തിട്ട് നമുക്കിനി ഇത് എല്ലാം കൂടെ നമുക്ക് വരുന്ന അല്ലെങ്കിൽ എല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മുടെ പാനൽ ബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ പാനൽ ബോർഡ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ മെയിൻലി നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സിമ്പിളായിട്ടൊരു പാനൽ ബോർഡ് ഞാൻ ജസ്റ്റ് റഫ് സ്കെച്ച് വരച്ചതാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമുക്കൊരു കേബിൾ എൻട്രി. നമുക്ക് എപ്പോഴും പാനൽസിൽ നമുക്ക് കേബിൾ എൻട്രി കാണും, ഒരു കേബിൾ എൻട്രി കാണും, അതുപോലെ കേബിൾ എക്സിറ്റും കാണും. അതായത് ഒരു പാനൽ ബോർഡിൽ ഒരു ഇൻകമർ കാണും, ആ ഇൻകമറിനെ ബേസ് ചെയ്തുകൊണ്ട് കുറേ ഔട്ട് ഗോയിങ്സും കാണും. ബേസിക്കലി ആലോചിച്ചാൽ മതി. നേരത്തെ നമ്മൾ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ പഠിച്ചപ്പോൾ എന്താ നമ്മൾ പഠിച്ചേ? ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞതിനെല്ലാം നമുക്കൊരു ഇൻകമർ ഉണ്ട്, ഇതുപോലെ തന്നെ നമുക്കൊരു ഔട്ട് ഗോയിങ്സും ഉണ്ട്. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെ, പക്ഷേ കുറച്ചും കൂടി ഒരു ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഒരു ലാർജ് എന്താണ് ഈ പറയുന്ന കറണ്ട് റേറ്റിംഗിലേക്ക് വരുമ്പോഴാണ് ഈ പാനൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ ഡിസ്ട്രിബ്യൂഷൻ ബോർഡൊക്കെ ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? മാക്സിമം 100 ആംപിയർ വരെ നമുക്ക് ഇൻകമർ യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിലേക്കുള്ള ഇൻകമർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇതുപോലത്തെ പാനൽ ബോർഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് ഈ പാനൽ ബോർഡിൻ്റെ ഒരു റഫ് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ഒരു ഇൻകമർ കാണും. ഇപ്പോൾ ഇത് നമുക്കൊരു ഇൻകമറായിട്ട് നമുക്ക് എടുക്കാം. ഇതൊരു ഇൻകമറാണ്. ആ ഇൻ ആ ഇൻകമർ ആയിരിക്കും കേബിൾ എൻട്രിയിൽ കൂടെ വരുന്ന എല്ലാ സപ്ലൈയും അല്ലെങ്കിൽ എല്ലാ കറണ്ടിനെയും ആളായിരിക്കും ഈ പറയുന്ന ഇൻകമർ ആയിരിക്കും റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യും? നമുക്കൊരു കോമൺ ബസ് ബാറിലേക്ക് ഈ പറയുന്ന ഈ പവർ അല്ലെങ്കിൽ ഈ സപ്ലൈ ഫുള്ളായിട്ട് ഇത് ചാർജ് ചെയ്തിടും. ആ ബസ് ബാറിൽ നിന്നായിരിക്കും നമ്മൾ ഔട്ട് ഗോയിങ്സിലേക്ക് കൊടുത്തിട്ട് പല 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 സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നടക്കുന്ന കാര്യം കുറച്ചും കൂടെ ലാർജ് സ്കെയിലിൽ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ കേസ് എടുത്താൽ ഇതിൽ എന്തൊക്കെ നമുക്ക് സ്പേസ് വേണം? നമുക്ക് പാനൽ ബോർഡ് സോറി, നമ്മുടെ ബസ് ബാർ, ഇതിനെയാണ് ബസ് ബാർ എന്ന് പറയുന്നത്. ബസ് ബാർ വയ്ക്കാനൊരു സ്പേസ് വേണം. ആ സ്പേസിനെ നമ്മൾ വിളിക്കും ബസ് ബാർ ചേംബർ. നമുക്ക് ഇൻകമർ വയ്ക്കാൻ നമുക്ക് സ്പേസ് വേണം. നമുക്ക് കേബിൾ എൻട്രി ചെയ്തിട്ട് ഇതിനകത്തൂടെ കേബിൾ നീറ്റായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് സ്ഥലം വേണം. അപ്പോൾ ഒരു പാനലിൽ ബേസിക്കലി നമുക്ക് നോക്കിയാൽ കുറച്ച് കുറച്ച് അതായത് എല്ലാ പാനലുകളും ഇങ്ങനെ ആയിരിക്കുന്നില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ പാനൽസിൽ ഈ സംഭവങ്ങൾ നമ്മൾ കൊടുക്കും. എന്താണ്? ഒരു കേബിൾ ചേംബർ കാണും, ഒരു കേബിൾ ചേംബർ കാണും. ഈ പറയുന്ന നമ്മുടെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് വയ്ക്കാനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന ക്യൂബിക്കൽ ബോക്സ് കാണും. പിന്നെ ബസ് ബാർ നമുക്ക് അറേഞ്ച് ചെയ്യാൻ ഒരു ബസ് ബാർ ചേംബർ കാണും. പിന്നെന്താണ്? നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാനൽ വലുതാണെങ്കിൽ ഇപ്പുറത്തോട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? ഈ പറയുന്ന എന്താണ് ക്യൂബിക്കൽ ബോക്സും അല്ലെങ്കിൽ ഔട്ട് ഗോയിങ്സും ഈ പറയുന്ന എന്താണ് കേബിളിനെ കൊണ്ടുപോകാനുള്ള കേബിൾ ചേംബർ നമ്മൾ കൊടുക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ചിലപ്പം പാനൽ നമുക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്, ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യാം, വെർട്ടിക്കലി പ്ലേസ് ചെയ്യാം. അപ്പം എങ്ങനെ പ്ലേസ് ചെയ്താലും നമ്മൾ നോക്കുന്നത് എന്താ? നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ, നമുക്ക് ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈറ്റിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കും ഒരു പാനൽ ഡിസൈൻ ചെയ്യുന്നത്. കാര്യം എന്താ? നമുക്കൊരു എമർജൻസി വന്നാൽ ഓൺ ഓഫ് ഒക്കെ ചെയ്യേണ്ടി വരും. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പാനലിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പാനൽ ബോർഡിൽ ഞാൻ വരച്ചേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഒരു കേബിൾ എൻ്റർ ആകുന്നുണ്ട്. ഇപ്പം സേ ഒരു AY-FI കേബിൾ, ഒരു 3.5 കോർ AY-FI കേബിൾ ആണെന്ന് വയ്ക്കുക. ഇത് എൻ്റർ ചെയ്യുന്നിടത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്ലാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്ലാൻഡ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ആ ഗ്ലാൻഡ് കഴിഞ്ഞാൽ എന്താ? AY-FI കേബിളിനകത്ത് ആരൊക്കെയാ ഉള്ളത്? പിന്നെ നമുക്ക് അലൂമിനിയം കണ്ടക്ടേഴ്സ്. ഈ അലൂമിനിയം കണ്ടക്ടേഴ്സ് മാത്രമല്ല അകത്തോട്ട് കയറുന്ന, അലൂമിനിയം കണ്ടക്ടേഴ്സിൻ്റെ പുറത്ത് നമുക്ക് PVC ഇൻസുലേഷൻ ഉണ്ട്. ആ PVC ഇൻസുലേഷൻ അലൂമിനിയം കണ്ടക്ടറും കൂടി ഇതിനകത്തേക്ക് കയറും. ഈ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ലെഗ് അടിച്ചു കൊടുക്കും. എന്നിട്ട് ഈ പറയുന്ന ACBയിലേക്ക് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻകമർ എന്ന് പറയുന്നത്. ഈ ഇൻകമർ എന്ത് ചെയ്യും? ഇവിടുന്ന് നമ്മൾ ബസ് ട്രിപ്പുകൾ കൊടുത്തുകൊണ്ട് ബസ് ബാറിലേക്ക് ഈ പറയുന്ന സപ്ലൈ മൊത്തത്തിൽ ചാർജ് ചെയ്ത് ഈ ഒരു ബസ് സിസ്റ്റത്തിനകത്തോട്ട് ഇടും. അപ്പോൾ ഈ ബസ് സിസ്റ്റത്തിൽ ഇനി ആര് കണക്ട് ചെയ്താലും എന്താണ്?
ഈ പറയുന്ന ഇൻകമർ ഇതിനകത്തേക്ക് സപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 1600 ആംപിയറിൻ്റെ ACB ആണ് വച്ചേക്കുന്നതെങ്കിൽ മാക്സിമം 1600 വരെ ഇതിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 1600ൻ്റെ മേളിൽ വന്നാൽ ഇത് ട്രിപ്പാവും. അപ്പം ഈ 1600 വരെ നമുക്ക് 600 ആംപിയർ വരെ കറണ്ടിൻ്റെ, അതായത് ഇവിടെ കൊടുത്തേക്കുന്ന ഏത് ടൈപ്പ് ലോഡാണെങ്കിലും മാക്സിമം 1600 വരുന്ന വരെ ഈ പറയുന്ന നമ്മുടെ ഔട്ട് ഗോയിങ്സിന് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കേബിൾ ഗ്ലാൻഡിങ് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് ബേസിക് ആയിട്ടുള്ള കേബിൾ ഗ്ലാൻഡ് വരുന്നത്. ഇതേപോലെ ആയിരിക്കും നമ്മളെന്താണ് പാനലിൻ്റെ മുകളിൽ ഗ്ലാൻഡിങ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഗ്ലാൻഡിങ് പലതരം ഗ്ലാൻഡിങ് ഉണ്ട്. സിംഗിൾ കംപ്രഷൻ ഉണ്ട്, ഡബിൾ കംപ്രഷൻ ഉണ്ട്. നമ്മൾ വലിയ കേബിൾസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഡബിൾ കംപ്രഷൻ യൂസ് ചെയ്യും, സിംഗിൾ കംപ്രഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം സിംഗിൾ കംപ്രഷൻ ഡബിൾ കംപ്രഷൻ എന്താണെന്ന് ചോദിച്ചാൽ, സിംഗിൾ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത്, അതായത് കേബിളിനകത്തൊരു റഫ് നട്ട് കാണും, ആ നട്ടായിരിക്കും നമ്മൾ തിരിക്കുന്നത്. ഡബിൾ കംപ്രഷൻ വരുമ്പോൾ മേളിലും താഴെയും നമുക്ക് ആ റഫ് നട്ട് കാണും, മേളിലും താഴെയും തിരിച്ചോട്ട് നമ്മൾ. ഓക്കെ, അപ്പം നമ്മൾ ഗ്ലാൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഗ്ലാൻഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് രണ്ട് തരം, അതായത് ഒന്ന് ഡബിൾ കംപ്രഷനും അതുപോലെ തന്നെ സിംഗിൾ കംപ്രഷൻ ഗ്ലാൻസും നമ്മൾ ഉപയോഗിക്കും. നമ്മൾ സിംഗിൾ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് അതിൻ്റെ റഫ് നെറ്റും ടൈറ്റിങ്ങും ഉള്ളത്. ഡബിൾ കംപ്രഷൻ വരുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ഇത് ചെയ്തിട്ട് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. പിന്നുള്ളൊരു കാര്യം, ഈ ഈ കേബിൾ ഗ്ലാൻഡിൽ വരുന്ന എർത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൽ കണക്ട് ചെയ്ത് നമ്മുടെ എർത്ത് സ്ട്രിപ്പിൽ, അല്ലെങ്കിൽ നമ്മൾ ആ എർത്തിങ് കൊടുത്തേക്കുന്നിടത്തേക്ക് നമ്മൾ കൊടുക്കണം. അതിൻ്റെ കാര്യം, ഈ ഈ ഈ ഇതിൽ നിന്നാണ് നമ്മുടെ ഈ ബോഡി എർത്തോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ പറയുന്ന എർത്തിങ് കേബിളിൽ കൂടെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിനകത്ത് ഗ്ലാൻഡ് കൊണ്ട് ഇതിൽ ഗ്ലാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഗ്ലാൻഡ് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കേബിൾ വരും. ഈ കേബിളിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, നമുക്ക് അകത്ത് അലൂമിനിയം കണ്ടക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ, അലൂമിനിയം കണ്ടക്ടറിൻ്റെ മുകളിൽ PVC ഇൻസുലേഷൻ ഉണ്ട്. ആ PVC ഇൻസുലേഷനും ഇത് എല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പുറത്തൊരു മെക്കാനിക്കൽ എന്താണ് ഒരു ഷീത്ത് കാണും, ഒരു സ്റ്റീൽ സ്ട്രിപ്പ് ആർമറിങ് കാണും. അപ്പോൾ ഈ ഗ്ലാൻഡ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ പറയുന്ന പുറത്തെ PVC ഇൻസുലേഷനും ഈ സ്റ്റീൽ സ്ട്രിപ്പ് ആർമറിങ്ങും നമ്മൾ എന്താണ് നമ്മുടെ നൈഫ് കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ അകത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ അലൂമിനിയം കണ്ടക്ടറും അതിൻ്റെ പുറത്തുള്ള PVC ഇൻസുലേഷനും മാത്രമായിരിക്കും അകത്തേക്ക് വരുന്നത്. എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന MCBs ഒക്കെ എടുക്കുന്ന സമയത്ത്, ഇപ്പം ഇതിൽ കാണുന്ന പോലെ കണ്ടില്ലേ, ഈ സ്ഥലത്ത് നമ്മൾ കൊണ്ടുവന്ന് ഈ കേബിൾ കൊണ്ടുവന്ന് ഇവിടെ ആയിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ലെഗ് അടിക്കും, എന്നിട്ട് ഇത് കണക്ട് ചെയ്യും. എന്നിട്ട് എന്താ സംഭവിച്ചേക്കുന്നത്, ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തേക്കുക. ഈ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന ബസ് ട്രിപ്പ് എന്നാണ് വിളിക്കുന്നത്. ഈ പോർഷനെ നമ്മൾ വിളിക്കും ബസ് ട്രിപ്പ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ നമ്മുടെ കേബിൾ വന്ന് ഈ പറയുന്ന ഇൻകമറിനകത്ത് വന്നു, അവിടുന്ന് ബസ് ട്രിപ്പ് വഴി നമ്മുടെ ബസ് ബാർ ചാർജ് ആയി. ബസ് ബാർ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെന്താ, നമുക്ക് ഈ പറയുന്ന ബസ് ബാറിൻ്റെ ഈ ഓരോ ബസ് ബാറിൽ നിന്ന് നമുക്ക് ഈ ഔട്ട് എടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന ഈ ഔട്ട് ഗോയിങ്സിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പുറത്തേക്ക് കേബിൾ വഴി നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്കത് കൊണ്ടുപോകാം. ചിലപ്പോൾ ലോഡായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത പാനലായിരിക്കാം, അതെന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് നമുക്കിതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഈ കാണിച്ചേക്കുന്നത്, കണ്ടോ. അതായത് 3.5 കോർ അലൂമിനിയം എന്താണ് ഈ AYFI കേബിൾ വരുന്നു, ഗ്ലാൻഡിങ് ചെയ്തു, ഞാൻ കൊണ്ടുവന്ന് കേബിൾ കൊണ്ടുവന്ന് നമ്മുടെ ഇൻകമറിൽ കണക്ട് ചെയ്തു, ബസ് ട്രിപ്പ് വഴി ഞാൻ ബസ് ബാറിലേക്ക് കണക്ട് ചെയ്തു, ബസ് ബാർ ത്രൂ നമ്മൾ ബസ് ട്രിപ്പ് വഴി ഔട്ട് ഗോയിങ്സിൽ കണക്ട് ചെയ്യുന്നു, ഇവിടെ നമ്മൾ കേബിൾ കൊടുക്കുന്നു, നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അതായത് ഇവിടെ ഒരു കേബിൾ അറൈവ് ആകുന്നുണ്ട്, ഡിപ്പാർച്ച് ആകുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കുക, ഇതിനകത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് മാത്രം മനസ്സിൽ വെച്ചാൽ മതി, ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാകും. പക്ഷെ ഇതിന്റെ ഡിസൈന് കുറച്ച് വ്യത്യാസമുണ്ട്, അത് നമുക്ക് പറയാം ക്ലാസ്സിൽ. അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിച്ചു. ഇനിയിപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിൽ നോക്കാം. നമുക്ക് ഇതിൽ ഫസ്റ്റ് വേണ്ടത് എന്താ, ഈ ബസ് ബാറിന്റെ സൈസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. നമുക്കിവിടെ ബസ് ബാറിന് ഒരു സൈസ് ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ബസ് ബാർ എന്ന് പറയുന്നത് നമ്മൾ അലൂമിനിയം, നമ്മൾ കോപ്പർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ബസ് ബാർ എന്ന് പറയുന്നത്. അപ്പം ബസ് ബാർ ഏകദേശം ഇതുപോലെ ഇരിക്കും. എന്താണ്, നമുക്കൊരു ഒരു ഹൈറ്റ് വിട്ട് ഉള്ള ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഹൈറ്റിന്റെ വിട്ട് ആയിരിക്കും അതിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത്.
അതിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മളത് കേബിൾ ആണെങ്കിലും ബസ് ബാർ ആണെങ്കിലും എല്ലാം ക്രോസ് സെക്ഷൻ ഏരിയ കണ്ടുപിടിക്കുന്ന കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ഡെൻസിറ്റി ആണ്. ഈ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് അലൂമിനിയം ആണെങ്കിൽ 0.8ഉം ഈ കോപ്പർ ആണെങ്കിൽ 1.6ഉം ആയിരിക്കും അതിന്റെ എന്താണ് ഈ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ട എന്താ അവിടുത്തെ ടോട്ടൽ കറണ്ട് എത്ര എന്നുള്ളത് അറിഞ്ഞാൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ പാനൽ എടുക്കുന്നെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എത്ര വരുന്നത് 1600ന്റെ CB ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ സ്ഥലത്ത് മാക്സിമം വരാൻ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് 1600 ആംപിയർ ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, നമ്മൾ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അലൂമിനിയം ആണ് 0.8 കൊടുക്കുക, നമ്മൾ കോപ്പർ ആണെങ്കിൽ ഈ പറയുന്ന 1.6 കൊടുക്കുക. ഇതേ ഉള്ള പരിപാടി. അപ്പോൾ എന്ത് കിട്ടും, നമുക്കൊരു വാല്യൂ കിട്ടും. ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുക. ടോട്ടൽ ക്രോസ് സെക്ഷൻ ഏരിയ എനിക്ക് 400 സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് എടുത്തപ്പോൾ 400 വന്നു വാല്യൂ. 400 വന്നാൽ ബസ് ബാറിന്റെ ചാർട്ട് നോക്കുക. ഇതിലും ഒരു റൂളുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 75, അതായത് നമ്മൾ മെയിൻലി എടുക്കുന്ന ഈ കോളത്തിലുള്ള എല്ലാ ആൾക്കാരും നമ്മൾ എടുക്കും, ഈ പറയുന്ന സൈസുകളെല്ലാം. ഈ കോളത്തിലെ ഏറ്റവും ടോപ്പ് ഇവരെ ഒന്നും നമ്മൾ അധികം കൺസിഡർ ചെയ്യാത്തില്ല. അങ്ങനെ പറഞ്ഞാലും ശരിയല്ല, കൺസിഡർ ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ബിൽഡിംഗ് ഡിസൈൻസിലൊന്നും നമ്മൾ അധികം 125x10 ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ 100x12 ഇങ്ങനത്തെ വലിയ സൈസസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പൊ മെയിൻലി നമ്മൾ പറയുന്ന ഈ കാണുന്ന ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ മെയിൻലി ബസ് ബാറിന്റെ ഇതിൽ സൈസസിൽ, അത് നമുക്ക് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷെ നമുക്ക് സ്പെഷ്യൽ കേസസ് വേണമെന്നുണ്ടെങ്കിൽ ഇതും ചെയ്തെടുക്കാം, അതിന് തെറ്റൊന്നുമില്ല. അപ്പം അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ 400 സ്ക്വയർ വേണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, 400 സ്ക്വയർ 40x10 ആണല്ലോ 400 സ്ക്വയർ അതായത് ഞാൻ പറഞ്ഞ ബസ് ബാറിന്റെ സൈസ് എങ്ങനെ എടുക്കുന്നത്, ഇത് 40, ഇത് 10 ആണെങ്കിൽ 40x10 ചെയ്താൽ ഇതിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് 400 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ നമുക്കൊരു 1000 സ്ക്വയർ വന്നു. അപ്പോൾ 1000 സ്ക്വയർ വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ 100x10 എടുക്കാം. ഇനി അത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് പിന്നെ മാർഗ്ഗമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞത് നമ്മൾ 2 റൺ കേബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ്, എന്താ 2 റണ്ണായിട്ട് നമ്മൾ ഒറ്റ കേബിളിനെ കൊണ്ടുവന്ന് ക്രോസ് സെക്ഷൻ ഏരിയ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്ന പരിപാടി. അപ്പോൾ എന്താ, നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം എടുക്കാം, 50x10ന്റെ, അതായത് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 50x10ന്റെ 2 ബസ് ബാർ എടുക്കുക. അപ്പോൾ 50x10ന്റെ ആ 2 ബസ് ബാർ എടുത്താൽ എന്ത് കിട്ടും, ഇത് 50 ആണ്, ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് 20 കിട്ടും. അപ്പോൾ 50x20 എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ ക്രോസ് സെക്ഷൻ എത്ര കിട്ടി, ഈ പറയുന്ന സോറി 50x20 എന്ന് പറയുമ്പോൾ നമുക്ക് 1000 സ്ക്വയർ നമുക്ക് കിട്ടി ഇല്ലേ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ പാനൽ ബോർഡിൽ നോക്കുമ്പോൾ അവിടെ എഴുതിയേക്കുന്ന നേരത്തെ കേബിളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എന്താ 2 റൺ, നമ്മൾ പറഞ്ഞില്ലേ 400 സ്ക്വയർ AOFA കേബിൾ എന്ന് പറയുന്ന പോലെ തന്നെ ഇത് കണ്ട് 2x50x10. അപ്പൊ 50x10 500 × 2 റൺ, അതാകുമ്പോൾ നമുക്ക് 1000 സ്ക്വയർ ന്റെ ടോട്ടൽ ബസ് ബാർ കിട്ടി. അപ്പൊ നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ പ്ലാൻസ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ തയ്യാറായിരിക്കണം. അപ്പം പിന്നെ അതിനകത്തൊരു കൺഫ്യൂഷൻ നമുക്ക് വരരുത്. അത് ആ സമയത്ത് ചിലപ്പം നമ്മുടെ സപ്ലയറോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് കൊടുക്കുന്ന ആളോ ചിലപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയാലും അത് ഫീസിബിൾ ആണോ, എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ വേണം. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഈ പറയുന്ന പാനലിന്റെ ഈ ടോട്ടൽ പാനലിന്റെ നമ്മൾ നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരിക്കും വരയ്ക്കുന്നത് എന്നുള്ളത് നോക്കുക. നമുക്ക് എന്താ ഒരു 3.5 കോറിന്റെ AOFA കേബിൾ വരുന്നുണ്ട്. നമ്മൾ വന്ന് നേരെ ഇൻകമറിൽ വരുന്നു, അവിടുന്ന് ബസ് ട്രിപ്പ് കൊടുക്കുന്നു, ബസ് ബാറിൽ കണക്ട് ചെയ്യുന്നു, അവിടുന്ന് കുറേ ബസ് ട്രിപ്പ് കൊടുക്കുന്നു, ഇവിടുന്ന് നമ്മൾ ഔട്ട് ഗോയിങ്സ് എടുക്കുന്നു, പുറത്തേക്ക് കൊടുക്കുന്നു. ഇതാണല്ലോ നടക്കുന്നത്. ഇത് നമ്മുടെ സ്കീമാറ്റിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രത്തിലേക്ക് വരയ്ക്കുമ്പോൾ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ നോക്കുക. ഒരു 3.5 കോർ കേബിൾ വരുന്നു ഇല്ലേ, എന്നിട്ട് നമ്മുടെ പാനലിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ നമ്മൾ ഗ്ലാൻഡ് കൊടുത്തു, നമ്മുടെ പാനലിലേക്ക് എൻ്റർ ആയി. ഈ വരച്ചേക്കുന്ന നമ്മുടെ പാനലിന്റെ അകത്ത് ഉള്ള വശം, നമ്മുടെ ഈ പാനലിന്റെ ഇൻസൈഡ് ആണ് പറയുന്ന ഡോട്ടഡ് ആയിട്ടുള്ള രീതിയിൽ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വരുന്നു, ഗ്ലാൻഡ് കൊടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകമറിലേക്ക് കൊടുക്കുന്നു. ഇൻകമറിൽ നിന്ന് ബസ് ട്രിപ്പ് വഴി നമ്മുടെ മെയിൻ ബസ് ചേംബർ കയറ്റുന്നു. ആ ബസ് ചേംബറിൽ നിന്ന് ബസ് ട്രിപ്പ് വഴി നമ്മുടെ ഔട്ട് ഗോയിങ്സ് വരുന്നു. അവിടുന്ന് നമ്മൾ കേബിൾ വഴി ഓരോ ലോഡിലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് കൊടുക്കുമ്പോഴും എന്താ, ഈ സ്ഥലം വരുന്നു, ഇവിടുന്ന് കേബിൾ വരുന്നു, ഇവിടെ ഗ്ലാൻഡ് ഇട്ടിട്ടുണ്ട്, ഇവിടുന്നായിരിക്കും ഇത് പിന്നെ നമ്മുടെ ലോഡിലേക്ക് നമ്മൾ അത് പോകുന്നത്.
അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കേബിളാന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ വരച്ചു. അപ്പൊ ഞാനത് പറയാഞ്ഞത് ഇത് പഠിപ്പിക്കുമ്പോൾ പറയാമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 3.5 എന്ന് വെച്ചാൽ ഇവിടെ 4 വര ഇട്ടേക്കുക. അതായത് ഇവിടെ 4, അതായത് ഇവിടെ 4 ഫേസുകൾ ഉണ്ടെന്നുള്ള അതിന്റെ അർത്ഥം. ഇതേപോലെ നിങ്ങൾ സിംഗിൾ ആൻഡ് ഡയഗ്രം നോക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ വര കാണാം. പക്ഷേ ഇവിടെ നമ്മൾ ഒറ്റ ഇതായിട്ടേ വരയ്ക്കത്തുള്ളൂ. സിംഗിൾ ആൻഡ് ഡയഗ്രം ആയതുകൊണ്ടാണ് ഒറ്റ ഇതായിട്ട് വരയ്ക്കുന്നത്. ഇല്ലാതെ ഇവിടെ നമ്മളിവിടെ ഗ്ലാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ 1, 2, 3, 4 വരച്ച് ഇവിടെ നമ്മൾ ഗ്ലാൻഡ് ചെയ്യുന്നു. ഇവിടെ ഒന്നായിട്ട് പോകുന്നു. അങ്ങനെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ SLD എടുക്കുമ്പോൾ ഈ രീതിക്കായിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? മനസ്സിലായി. ഓക്കെ അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പോൾ നമുക്കെന്നാൽ പെട്ടെന്ന് ഇതിന്റെ നമുക്കൊരു പെട്ടെന്നൊരു സംഭവം ഒന്ന് ഡിസൈൻ ചെയ്യാം. അതായത് ഡിസൈൻ എ പാനൽ ബോർഡ് ഓഫ് SLD. നമ്മൾ ട്രാൻസ്ഫോമറും ഈ ഫോളോയിങ് ലോഡ്സ് വെച്ചിട്ട് ഞാൻ കുറച്ച് ലോഡുകൾ എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ എല്ലാത്തിന്റെയും കൂടെ എന്താ പറയുക, ഒരു സമ്മറിയാണ്. അതായത് നമ്മൾ ആദ്യത്തെ കോമ്പിനേഷൻ ക്ലാസ്, ഫസ്റ്റ് കോമ്പിനേഷൻ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ഫോമറും പിന്നെ നമ്മൾ DGയും നോക്കി. രണ്ടാമത്തേൽ നമ്മൾ അത് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കേബിളും പ്രൊട്ടക്ഷൻ ഡിവൈസും നോക്കി. മൂന്നാമത്തേൽ, അതായത് ഇന്ന് നമ്മൾ പാനൽ ബോർഡ്സ് നോക്കി. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യുക. എന്നിട്ട് ആ കേബിൾസ് ഒക്കെ നോക്കിയപ്പോൾ നമ്മൾ പലതരം ലോഡ്, അതായത് HP, ടണ്ണ്, കിലോ വാട്ട്, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ നോക്കി. അപ്പോൾ അങ്ങനത്തെ കുറേ ലോഡുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. HP ടൈപ്പ് ഉണ്ട്, ടണ്ണേജ് ഉണ്ട്, കിലോ വാട്ട് ഉണ്ട്. അതിൽ പലതരം VFD. ഇപ്പം ഞാനിപ്പം ഓക്കെ, ഇവിടെ VFD മാത്രമേ ഉള്ളൂ. ഇത് സ്റ്റാർ ഡെൽറ്റ കൊടുത്തിട്ടില്ല, പക്ഷേ 2 VFD ടൈപ്പ് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. പല ലെങ്ത് ഓഫ് ദ കേബിൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താ? നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ എക്സാമ്പിൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പം നമ്മൾ പഴയതുപോലെ എല്ലാം ടൈപ്പ് ചെയ്ത് ഇരുന്ന് എഴുതി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതുപോലൊരു എക്സൽ ക്രിയേറ്റ് ചെയ്യുക. അതായത് ലോഡ് ഏതൊക്കെ ടൈപ്പ് ലോഡാ നിങ്ങൾ നോക്കിയറിയാം. 200 HP ഉണ്ട് ലോഡ്. നമുക്ക് 125 ടണ്ണിന്റെ ലോഡുണ്ട്. പിന്നെ കിലോ വാട്ട് ഉണ്ട്. അപ്പോൾ എന്തായി? HP യെ കിലോ വാട്ട് ആക്കാൻ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ HP യെ കിലോ വാട്ട് ആക്കാനായിട്ട് നമ്മൾ 0.746 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഇവിടെ നമ്മൾ മാക്സിമം എഫിഷ്യൻസി കൊടുക്കുന്നുണ്ട്. ഇത് 0.9 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് ടണ്ണേജ്. ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇതിന്റെ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെ ലോഡ് കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ 1.74 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലോഡ് കറണ്ട് കിട്ടി. ഇവിടെ ലോഡ് കറണ്ട് കിട്ടി. ഇവിടെ എല്ലായിടത്തും നമുക്ക് ലോഡ് കറണ്ട് കിട്ടി. ഇനി ഏത് ടൈപ്പ് സ്റ്റാർട്ടറാ? അപ്പം VFD അപ്പം എന്താ 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ 1.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് കറണ്ട് നമുക്ക് കിട്ടി. ഇവിടെ പ്രത്യേകിച്ച് സ്റ്റാർട്ടേഴ്സിനെ പറ്റി പറയാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഡേറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് സ്റ്റാർട്ടിംഗ് കറണ്ട് ഇല്ലെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. ശരിക്കും സൈറ്റിൽ അത് ചെയ്യരുത്. അത് എന്ത് ടൈപ്പ് ലോഡാന്നുള്ളത് നമ്മൾ നോക്കണം. നോക്കിയിട്ട് അങ്ങനെ ചെയ്യാവുള്ളൂ. ഇതിനകത്ത് ഇപ്പം നമുക്ക് വേറെ ഡേറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ അസ്യൂം ചെയ്തു. അപ്പം ഞാൻ എന്താണ് ഇതിന്റെ എല്ലാം പ്രൊട്ടക്ഷൻ ഡിവൈസ് എന്താ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം തന്നെ. നമ്മളെല്ലാം MCCB കൊടുത്തു. അതിന്റെ റേറ്റിംഗ് നമ്മൾ എടുത്തു. ഇതെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ക്ലിയർ ആയ കാര്യമാണ്. ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് എത്രയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുന്നു. പിന്നെന്താ? അപ്പം ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് ഇട്ടിട്ട് അടുത്ത പരിപാടി എന്താ? നമുക്ക് കേബിൾ സെലക്ട് ചെയ്യാം അല്ലേ? അപ്പം നമ്മൾ എന്താ ചാർട്ട് നോക്കുക, ആ കേബിൾ സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടും കേബിളിന്റെ. കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് എത്ര ഉണ്ടെന്ന് നോക്കുക. ഇതെല്ലാം 3 ഫേസ് ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ്? 12.45 മുകളിൽ വരാൻ പാടില്ല. ഇവിടെ ഒന്നും 12.45 മുകളിൽ വന്നിട്ടില്ല. സോ ഇതെല്ലാം അക്സെപ്റ്റബിൾ ആണ്. സോ നമുക്ക് ഏതൊക്കെ ടൈപ്പ് കേബിൾസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്നും നമുക്ക് കിട്ടി. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ എല്ലാ SLD ചെയ്യുമ്പോഴും അതിന്റെ അടിയിൽ, അതായത് അതിന്റെ ആ ലോഡ് വരുന്നിടത്ത് നിങ്ങൾ എഴുതുക. അത് നമുക്ക് കുറച്ചും കൂടെ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അതിനെപ്പറ്റി നോക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഇനിയിപ്പോൾ അടുത്തടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്നും പേപ്പറിൽ എഴുതി ഈ പറയുന്ന IL ഈസ് ഈക്വൽ ടു 1.74 അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പതുക്കെ പതുക്കെ ഇതായിട്ട് യൂസ്ഡ് ആവുക. ഇതിന്റെ എല്ലാം വാല്യൂസ് മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അപ്പം അടുത്ത എന്താ? നമുക്ക് ബസ് ബാർ സെലക്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഈ ആൾക്കാരെ എല്ലാം കിട്ടി. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഇപ്പം ഇതാലോചിക്കാം. നമുക്ക് കുറേ ലോഡുകളുണ്ട് ഇവിടെ. ഈ ലോഡുകളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് ഇവിടുത്തെ എല്ലാ കേബിൾസും നമ്മൾ കൊടുത്ത്
ഇവിടുത്തെ പ്രൊട്ടക്ഷൻ ഡിവൈസ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത്. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? നമുക്ക് ഇവിടുത്തെ ബസ് ബാർ സെലക്ട് ചെയ്യണം. അപ്പം ബസ് ബാർ സെലക്ട് ചെയ്യണമെങ്കിൽ ബസ് ബാർ സെലക്ട് ചെയ്യണമെങ്കിൽ 2 രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ ഇൻകമറിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതിൽ നമുക്ക് 2 ലോഡുകൾ HP ഉള്ള ലോഡുകൾ സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. VFD വെച്ച് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് ഈ 2 മോട്ടർ ഒരേ ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കേസ് ഉണ്ടെന്നും അതിൽ ഒരു മോട്ടർ മാത്രമേ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു കേസ് നമ്മൾ എടുക്കും. അതിന്റെ കാരണം എന്താ? ആ 2 മോട്ടറും കൂടെ ഒരു ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്ലൈയിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആ 2 മോട്ടറിന്റെയും സ്റ്റാർട്ടിംഗ് കറണ്ടിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ സപ്ലൈയിലേക്ക് വരുന്നത്. പക്ഷെ നമുക്ക് ഒരു മോട്ടർ മാത്രമാണെങ്കിൽ എന്താ, ആ ഒരു മോട്ടറിന്റെ മാത്രം ഇമ്പാക്റ്റ് നമ്മൾ വരുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 1 മോട്ടർ സ്റ്റാർട്ടിംഗ് അറ്റ് എ ടൈം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് എടുക്കുന്നതെന്ന് നോക്കുക. 1 മോട്ടർ സ്റ്റാർട്ടിംഗ് അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ മോട്ടറേ നമുക്ക് ആ സ്ഥലം സ്റ്റാർട്ട് ആകുന്നുള്ളൂ. ഒറ്റ മോട്ടർ. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആ ടോട്ടൽ കറണ്ട് ആ പാനലിലേക്ക് അല്ലെങ്കിൽ ആ സപ്ലൈയിലേക്ക് വരുന്ന ടോട്ടൽ കറണ്ട് അല്ലെങ്കിൽ ആ പറയുന്ന പാനലിൽ വരുന്ന ടോട്ടൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് ദ ഹയസ്റ്റ് റേറ്റഡ് മോട്ടർ എടുക്കണം. ഹയസ്റ്റ് റേറ്റഡ് മോട്ടർ ഏതാ? സ്റ്റാർട്ടിംഗ് കറണ്ട് ഐ സ്റ്റാർട്ടിംഗ് കറണ്ട് ഐ സ്റ്റാർട്ടിംഗ് കറണ്ട് ഇതിനാ കൂടുതലെന്ന് നോക്കുക. ഇത് നോക്കിയേ 311.5 ആണ് കൂടുതൽ. സോ 311.5 പ്ലസ് ലോഡ് കറണ്ട് ഓഫ് ഈ പറയുന്ന അടുത്ത മോട്ടർ പ്ലസ് എന്താണ് ബാക്കി എല്ലാത്തിന്റെ ലോഡ് എടുത്താൽ മതി. കാര്യം ബാക്കിയൊന്നും സ്റ്റാർട്ടിംഗ് അല്ല. അപ്പൊ ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും എന്താണ് നമ്മുടെ ഒറ്റ മോട്ടറാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്. അപ്പം ഒറ്റ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട ഏറ്റവും വലിയ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് വേണം കൺസിഡർ ചെയ്യാൻ. ബാക്കി എല്ലാവരുടെയും ഇനി 5 മോട്ടർ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ സ്റ്റാർട്ടിംഗ് കറണ്ട് ആരാണോ ആ ഏറ്റവും വലിയ സ്റ്റാർട്ടിംഗ് കറണ്ട് ഉള്ള മോട്ടറിനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ അതിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് ആയിട്ട്. ഇനി 2 മോട്ടർ ഒരേ സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലോ ഈ 2 സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുക. ഈ 2 സ്റ്റാർട്ടിംഗ് കറണ്ട് പ്ലസ് ബാക്കിയുള്ള എല്ലാവരുടെയും ലോഡ് കറണ്ട്. ഇതായിരിക്കും എന്ത് ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പം ഈ 2 രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കാര്യം നോക്കാം. 1 മോട്ടർ സ്റ്റാർട്ടിംഗ് അറ്റ് എ ടൈം ആണെങ്കിൽ നമുക്ക് ആ സപ്ലൈയിലേക്ക് വരുന്ന ടോട്ടൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ 918.3 ആംപിയർ ആയിരിക്കും. ഇനി 2 മോട്ടറും നമുക്ക് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചോ. ആ 2 മോട്ടറും കൺസിഡർ ചെയ്യണമെങ്കിൽ എന്താ ഈ പറയുന്ന ഐ സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് 200 HP, ഐ സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് 125 ടൺ പ്ലസ് ഐ ലോഡ് കറണ്ട് ഓഫ് 130, ഐ ലോഡ് കറണ്ട് ഓഫ് 1000. അപ്പം കുറച്ച് വ്യത്യാസം വരും അതിനകത്ത്. അപ്പം നമുക്ക് 918 ആംപിയർ ആണ് അവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ 918 ആംപിയറിന് പറ്റുന്ന ഒരു എന്താണ് നമ്മളൊരു ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ് ആയിരിക്കുമല്ലോ നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പം 918 എന്ന് പറഞ്ഞാൽ നമുക്ക് 1200 ആംപിയറിന്റെ ACB എടുക്കാം. നമ്മൾ അതിനെ സെറ്റ് ചെയ്ത് 920 നമ്മൾ അതിനെ സെറ്റ് ചെയ്ത്. അപ്പൊ എന്താ അപ്പം നമ്മുടെ സിസ്റ്റത്തിലേക്ക് 920 ആംപിയർ കറണ്ട് നമുക്ക് വരും. ഇനി ഫ്യൂച്ചർ ലോഡ് നമുക്ക് അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് ബാർ സെലക്ട് ചെയ്യുമ്പോഴും എന്താണ് ആ ഫ്യൂച്ചർ ലോഡും കൂടെ കണ്ടിട്ട് വേണം എടുക്കാൻ. ഇനി നമ്മൾ 1200 ആംപിയറിന്റെ ACB 1200 സെറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുവാണെങ്കിൽ ആ ബസ് ബാർ നമ്മൾ എടുക്കുമ്പോഴും 1200 ആംപിയർ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ആ ബസ് ബാറിനെ ഡിസൈൻ ചെയ്യാൻ. സോ ഈ കേസിൽ ഞാനിപ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്താണ് ആ കിട്ടിയ 920 ആണ് നമ്മുടെ സെറ്റ് വാല്യൂ. അപ്പം മാക്സിമം കറണ്ട് നമ്മുടെ അല്ലെങ്കിൽ ആ ഫുള്ള് ആൾക്കാരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനലിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ 920 ആംപിയർ ആയിരിക്കും എന്ന് ഞാൻ കൺസിഡർ ചെയ്യുക. അപ്പൊ 920 ആംപിയർ ആണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ 920 ഡിവൈഡഡ് ബൈ അലൂമിനിയം ആണെങ്കിൽ എന്താ, അതായത് കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് ഡെൻസിറ്റി. ആ കറണ്ട് ഡെൻസിറ്റി അലൂമിനിയം ആണ്, അതുകൊണ്ട് 0.8 എടുത്തു. നമുക്ക് 1150 സ്ക്വയർ mm ബസ് ബാർ വേണം. അപ്പൊ 1150 സ്ക്വയർ mm ബസ് ബാർ വരുന്ന ഏതാന്നുള്ളത് നമുക്ക് എന്താ ഈ ബസ് ബാറിന്റെ ചാർട്ടിൽ നോക്കുക. നമുക്ക് 50 12 2 എടുക്കാം. 1200 ഇത് ഓക്കെയാ. അതായത് 50 × 12ന്റെ 2 റൺ നമുക്ക് എടുക്കാം. അപ്പൊ 50 × 12ന്റെ 2 റൺ എടുത്താൽ 1200 സ്ക്വയർ mm. അപ്പൊ 1200 സ്ക്വയർ നമുക്ക് എത്ര വേണ്ടേ? നമുക്ക് വേണ്ട 1150 മതി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1100ന്റെ കിട്ടി. അപ്പം ആറും വൈയും ബിയും, അതായത് RYB നമുക്ക് 2 റൺ ഇൻറ്റു 50 × 12ന്റെ നമുക്ക് അലൂമിനിയം ബസ് ബാർ എടുക്കാം. നമുക്ക് ന്യൂട്രൽ നമുക്ക് എന്താണ് അതിന്റെ ഹാഫ് എടുത്താൽ മതി. അപ്പൊ എന്താണ് 50 × 12 ന്റെ നമ്മൾ എന്ത് ചെയ്യും?
ഈ പറയുന്ന ന്യൂട്രൽ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യും. ഇതാണ് ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് കുറച്ച് ലോഡുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ അതൊരു ദിവസം പഠിച്ച സംശയം. പറഞ്ഞു. ഇതിപ്പോ 3.5 കേബിൾ ഇട്ടുകൊണ്ടല്ലേ ന്യൂട്രൽ പകുതി എടുക്കുന്നത്? എനിക്ക് ക്ലിയർ ആയില്ല. ഒരു സെക്കൻഡ്. ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് പറഞ്ഞേ. ഈ കേബിൾ 3.5 ആയതുകൊണ്ട് തന്നെ ന്യൂട്രൽ പോയ പകുതി എടുത്തത്. അല്ലല്ല, നമ്മൾ ന്യൂട്രലിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോഡെല്ലാം 3 ഫേസ് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രലിൽ കൂടെ റിട്ടേൺ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിൽ നള്ളായിരിക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അതിന്റെ കാരണം എന്താ, ആ ആ നമ്മളൊരു 3 ഫേസ് മോട്ടർ എടുക്കുന്നത്. ആ 3 ഫേസ് മോട്ടറിലേക്ക് നമ്മൾ എന്താ 3 ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിനകത്ത് ന്യൂട്രലിൽ കൂടെ തിരിച്ച് റിട്ടേൺ ഒന്നും ഇല്ല. ആ ആ മനസ്സിലായോ? അതായത് 3 ഫേസ് ലോഡ് എടുത്തു ആ കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞോന്ന് അറിയത്തില്ല. നമ്മൾ മാക്സിമം ഒരു 20% വരെയൊക്കെ അൺബാലൻസിങ് നമ്മൾ ബെയർ ചെയ്യത്തുള്ളൂ. 20% മേളിൽ അൺബാലൻസിങ് വന്നാൽ ട്രാൻസ്ഫോമർ ട്രിപ്പ് ആവും. നമ്മൾ വേറെ റിലേസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ ന്യൂട്രൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ ഗ്രൗണ്ട് ചെയ്തേക്കുന്നതിൽ ആ നമ്മളൊരു സീറ്റ് കൊടുക്കും. ആ സീറ്റ് കൊടുത്തിട്ട് ഈ പറയുന്ന ട്രാൻസ്ഫോമർ നമ്മുടെ പാനലിലെ ACBയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന്റെ ഷണ്ട് കോയിലിലേക്ക് ഈ പറയുന്ന നമ്മുടെ CT ത്രൂ നമ്മളൊരു ഫീഡ്ബാക്ക് എടുക്കുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് എടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ റിലേ ത്രൂ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം 51N എന്നാണ് എൻ്റെ ഓർമ്മ. 51N റിലേ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന 51N എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ സിസ്റ്റം 20% മുകളിൽ അൺബാലൻസ്ഡ് ആകുന്നുണ്ടോ എന്നുള്ളത്. അപ്പം 20% മുകളിൽ അൺബാലൻസിങ് ആകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷണ്ട് കോയിൽ വഴി ഇതിനെ ട്രിപ്പ് ചെയ്യിപ്പിക്കും. സോ നമുക്ക് എപ്പോഴും ന്യൂട്രലിൽ നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസിൽ കൂടെ വരുന്നതിന്റെ 50% അടുപ്പിച്ച് നമുക്ക് തിരിച്ചു വരത്തുള്ളൂ. ഇത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിലുള്ള എന്താ, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്താ നമ്മുടെ ഫേസിൽ കൂടെ വരുന്ന അതേ സപ്ലൈ നമ്മൾ റിട്ടേണിലും എടുക്കുന്നത് അല്ലേ. പക്ഷെ അതൊരു ഫുൾ സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ന്യൂട്രലിൽ നമ്മൾ മാക്സിമം എന്താ 20% മുകളിൽ ലോഡ് നമ്മളത് കൺസിഡർ ചെയ്യാറില്ല. കുറച്ച് ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഫുള്ള് ക്ലിയർ ആയിട്ടില്ലെന്ന് ആ എനിക്കറിയാം. ക്ലിയർ ആയി എന്നാലും അത് ക്ലിയർ അല്ല കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതേ. അല്ല, ഞാൻ ഇതിപ്പോ ചോദിച്ചത് 4 3 ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാണ്. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ അത് പതുക്കെ നിങ്ങൾക്ക് അത് ആ പതുക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് ക്ലിയർ ആവും അത്. പിന്നെ ഓക്കെ വേറൊരു കാര്യം, ഇതെല്ലാം നമ്മൾ കോളേജിൽ പഠിച്ചിട്ടുള്ളതാ. ഇതെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാ. പക്ഷെ ആ സമയം നമുക്ക് അത്രയും നമ്മൾ കാര്യമായിട്ട് അത് നോക്കാത്തതുകൊണ്ടാണ് നമുക്ക് അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാഞ്ഞത്. ആ ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് നമ്മളോട് പറഞ്ഞു വന്ന അതായത് എന്തായിരുന്നു, ബസ് ബാർ. ബസ് ബാർ നമ്മൾ എന്താ ചെയ്ത പകുതി ന്യൂട്രൽ പകുതി എടുത്ത് ഈ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചു. ഇത് ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഈ ന്യൂട്രലിന്റെ ഇത് ഞാൻ എന്താണെന്നറിയാം, ഫുള്ളും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ ഇൻപുട്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പൊ എല്ലാ ടോപ്പിക്കും എല്ലാ തിയറിയും കൂടെ ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും ക്ലിയർ ആവില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ബേസിക് കൺസെപ്റ്റ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ചെറിയ ഡൗട്ടുകൾ വരും. ആ ഡൗട്ടുകൾ ഓരോന്നോരോന്ന് ക്ലിയർ ചെയ്ത് പോവുക. ആ കൂടെ നിങ്ങളുടെയും കൂടെ ഒരു എഫേർട്ട് ഇടുക. നിങ്ങളും ഈ പറയുന്ന പോലെ യൂട്യൂബിലും പിന്നെ അതുപോലെ എന്താണ് നിങ്ങൾക്ക് അതിനകത്ത് എന്താ ഡൗട്ട് വരുന്നതെന്നൊക്കെയുള്ള സെർച്ച് ചെയ്യുക. അത് എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പം പതുക്കെ പതുക്കെ നമുക്കത് പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ. നമുക്കല്ല ഒരു ദിവസം കൊണ്ട് ഇത് മൊത്തം പറഞ്ഞ് തരാനും പറ്റില്ലല്ലോ. ഇപ്പൊ ഈ ഭാഗം വരെയുള്ള കൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആണല്ലോ. ഈ ന്യൂട്രലിന്റെ എന്താ ഇങ്ങനെ വന്നേന്നുള്ളതിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. നമ്മളിനി അടുത്ത ക്ലാസ്സുകളിൽ, അതായത് റിലേസിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ആ ന്യൂട്രലിന്റെ 20% ലോഡ് അൺബാലൻസിങ് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ. അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇത് ഓക്കെ അല്ലേ? ഒരു സംശയം ചോദിച്ചോട്ടെ? പറഞ്ഞു. നമ്മൾ ആ 980 ഡിവൈഡ് ചെയ്ത് പോയിന്റ് ആയിട്ട് അലുമിനിയത്തിന് ഇതല്ലേ ചെയ്ത്? അതെ, അലുമിനിയത്തിന്റെ അലുമിനിയം. കേബിൾ ആയതുകൊണ്ട് അത് അതെ. കോപ്പർ ആണെങ്കിൽ അവിടെ എത്ര വരും? 1.6. 1.6 അത് അതെ. പറയുന്നത് ഏതാ ചോദിച്ചത്? അതാ ഇതിനകത്ത് നമ്മൾ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, അലുമിനിയം അലുമിനിയം ആണെങ്കിൽ 0.8, കോപ്പർ ആണെങ്കിൽ 1.6. 1.6 ഉണ്ട്. അതെ. അപ്പൊ എന്താണ്, കുറച്ചും കൂടെ സൈസ് ആ കുറവായിരിക്കും, പക്ഷെ കോസ്റ്റ് കൂടുതലായിരിക്കും. ആ കുറച്ചുള്ള ഓക്കെ അല്ലേ? അപ്പൊ ഇത് നമ്മൾ
അപ്പോൾ ഇത് നമ്മൾ നിങ്ങൾക്ക് ഈ ഭാഗമൊക്കെ ക്ലിയർ അല്ലേ? ഇതൊക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയി കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചോണ്ടാ. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചങ്ങോട്ട് തീർത്തതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഞാനങ്ങ് പറഞ്ഞു പോയി. ഇതൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ ഒന്നും കൂടെ. ഞാൻ ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഒക്കെ ഇട്ട് തരാം. നിങ്ങൾ ഇരുന്ന് നോട്ട് ഉണ്ടാക്കണം കേട്ടോ. ഈ കഴിഞ്ഞ ദിവസത്തെ 2-3 ദിവസത്തെ ക്ലാസ്സിൻ്റെ നോട്ടൊക്കെ കറക്റ്റായിട്ട് കയ്യിൽ വേണം. പിന്നെ അസൈൻമെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇൻസ്പെക്ടറിൻ്റെ ഒക്കെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിക്കോളുക. പിന്നെന്തായിരുന്നു പറഞ്ഞു വന്നത്? ഓക്കെ. ഇനി നമുക്കൊരു പാനൽ ബോർഡിന്റെ ഒരു ഇതിലേക്ക് നമുക്കൊന്ന് വരച്ച് നമ്മുടെ ഒരു SLDയിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ ഉള്ളത്? നമുക്കുള്ള 200 HP ലോഡ്. ഇതാ 200 HP, പിന്നെ 125 ടൺ, 130 കിലോ വാട്ട്, ഒരു 100 കിലോ വാട്ട്. നമുക്ക് എന്താ ഉള്ളത്? ഒരു ഇൻകമറായിട്ട് നമ്മൾ 1200ന്റെ ACB എടുത്തായിരുന്നു. സെറ്റ് 920 920ൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഒരു കേബിൾ ഇൻകമറായിട്ട് വരുന്നുണ്ട്. ആ കേബിൾ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണമെങ്കിൽ എന്താ ഈ 920. ഈ കേബിൾ സെലക്ട് ചെയ്യുന്നതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉള്ളത്, ഈ കേബിളിന്റെ സെൻഡിങ് എൻഡ് എവിടാന്നുള്ളത് നോക്കണം. മനസ്സിലായി? ഈ കേബിൾ ചിലപ്പം വേറെ ഏതെങ്കിലും പാനലിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ ആ പാനലിന്റെ വെച്ചിട്ട് ആ കേബിളിന്റെ കറക്റ്റ് സൈസ് പറയാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലും ആ കേബിളിന്റെ സൈസ് എന്ന് പറയുന്നത് 920 ആംപിയറിന് മുകളിൽ ബെയർ ചെയ്യാൻ പറ്റുന്ന കേബിൾ ആയിരിക്കും ഇവിടെ ഇട്ടേക്കുന്നത്. ആ കേബിൾ ഇവിടെ കൊണ്ടുവരുന്നു. നമ്മുടെ ഇൻകമറിൽ കയറുന്നു. എന്താണ് ഇത്? ബസ് ട്രിപ്പാണ്. ബസ് ട്രിപ്പ് വഴി ബസ് ബാറിലേക്ക് വരുന്നു. നമ്മൾ പിന്നെയും ബസ് ട്രിപ്പ് കൊടുക്കുന്നു. നമ്മുടെ ഔട്ട് ഗോയിങ്സിൽ കൊടുക്കുന്നു. ഔട്ട് ഗോയിങ്സ് എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സലിൽ. അതെല്ലാം നമ്മൾ ഇവിടെ എഴുതുന്നു. എന്താ 400 ആംപിയറിന്റെ MCCB സെറ്റ് 320 എന്നൊക്കെ എഴുതുന്നു. നമ്മൾ ഔട്ട് കേബിൾ കൊടുക്കുന്നു. നമ്മൾ പുറത്തേക്ക് നമ്മുടെ ലോഡുകളിലേക്കും. ഇനി അഥവാ ഇതിപ്പം ചിലപ്പം 130 കിലോ വാട്ടിന്റെ അടുത്ത പാനലായിരിക്കും. ചിലപ്പോൾ ഒരു പവർ പാനലായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു ലൈറ്റിംഗ് പാനലായിരിക്കും. അപ്പം ചിലപ്പോൾ ഈ പാനലിലോട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ഒരു ലോഡായിരിക്കണമെന്നില്ല അത്. ഐ മീൻ പാനൽ ലോഡാണ് ഞാൻ പറഞ്ഞ, ഒരു സിംഗിൾ ലോഡായിരിക്കണമെന്നില്ല. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ലോഡായിരിക്കും. ഇത് ചിലപ്പോൾ ഒരു 200 HP ഒരു മോട്ടറായിരിക്കും, ഒരു 3 ഫേസ് മോട്ടറായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ഈ 125 ടൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എന്താ ഒരു VF, നമ്മുടെ VRFന്റെ അല്ലെ VRF ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഒരു പറയുന്ന AC ലോഡായിരിക്കും. നമുക്കറിയില്ല, പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നു. അതായത് ഒരു കേബിൾ വരുന്നു, കുറച്ച് പവറുമായിട്ട് വരുന്നു, ഈ പറയുന്ന പാനലിലേക്ക് വരുന്നു, പല സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നു. ഇതിനകത്ത് ഒരു റൂളും കൂടെ ഉണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ് വരുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതിന്റെ എല്ലാത്തിന്റെ സം, ഈ 400 + 315 + 250 + 200 എന്ന് പറയുന്നത് ഈ 1200 ഡബിൾ ആകാൻ പാടില്ലെന്നൊക്കെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇതിന്. അത് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിച്ച് പോകാം. ഇത് ഫുള്ളും കൂടെ അങ്ങോട്ട് നിങ്ങൾ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങോട്ട് ചെയ്യണ്ട. നിങ്ങളിപ്പം നിങ്ങളെ പഠിപ്പിച്ച് വെച്ചിട്ടുള്ള ഡിസൈൻ ചെയ്യുക. പിന്നെ അടുത്ത ക്ലാസ്സുകളിൽ പുതിയ റൂൾസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് വീണ്ടും തിരിച്ചു വന്നിട്ട് നമുക്കിത് ക്രോസ് വെരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇത്? പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോട്ടോ, വോയിസ് നോട്ട് ഇട്ടാൽ മതി. ഞാൻ നോക്കിയിട്ട് ടൈം പോലെ ഞാനത് റിപ്ലൈ തന്നോളാം. പിന്നെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞോ. VFT എന്നുള്ള ഒരു ഇതുണ്ട് നമ്മളെ ഒരു സ്റ്റാർട്ടർ. അല്ലല്ല, ഇത് വേറെ എക്സാമ്പിളാ. ഇത് അതല്ല, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ ഓക്കെ. അതിന് വരുമ്പോ മറ്റേതിന്റെ 60% എടുക്കണ്ടേ? 60%. VFD 60%. സ്റ്റാർട്ടർ വരുമ്പോ 40% എടുക്കണ്ടേ? അതെ. അതൊരു കൺഫ്യൂഷൻ ചോദിച്ചു. ഓക്കെ. പിന്നെ ഈ ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. എനിക്ക് എന്നിട്ട് അതൊരു അസൈൻമെന്റ് ആയിട്ട് എനിക്ക് ഒന്ന് അയച്ചു തന്നാൽ മതി. ഇത് കുറച്ചും കൂടെ മിക്സ്ഡ് അപ്പ് എക്സാമ്പിളാണ്. ഇതിൽ സ്റ്റാർട്ടറായിട്ട് നമുക്ക് VFD ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ ഉണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ എടുക്കേണ്ട കൺസെപ്റ്റ്, നമ്മൾ ഇതിൽ വൺ മോട്ടർ സ്റ്റാർട്ടിങ് അറ്റ് എ ടൈം. ഓക്കെ. സ്റ്റാർട്ടിങ് അറ്റ് എ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റിലും ചെയ്യണം. ആൻഡ് ഓൾ മോട്ടർ സ്റ്റാർട്ടിങ് അറ്റ് എ ടൈമും ചെയ്യണം. അപ്പോൾ ഏതെങ്കിലും ഒരു മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും വലിയ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എടുക്കുക. എല്ലാം കൂടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഈ എല്ലാ ആൾക്കാരുടെ സ്റ്റാർട്ടിംഗ് കറണ്ട് പ്ലസ് ഇതിന് ബാക്കിയുള്ള ആരുടെങ്കിലാന്ന് വെച്ചാൽ അതിന്റെ ലോഡ് കറണ്ട് എടുക്കണം. ആ 2 എക്സാമ്പിൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് ഇതേപോലെ നിങ്ങളൊരു സിംഗിൾ ലൈൻ ഡയഗ്രം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇത് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇതിന്റെ ബാക്കിയുള്ള റൂൾസ് റെഗുലേഷൻസിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? ഒന്നുകൂടെ ചോദിച്ചോട്ടെ?
പറഞ്ഞു. നമ്മളെ മെയിൻ ബസ് ബാർ സ്ട്രിപ്പ് സെലക്ട് ചെയ്തല്ലോ അപ്പോ ആ മെയിൻ കേബിളിന് വരുന്നത് ബസ് ബാർ. ആ അതെയാ പിന്നെ അതൊന്ന് മറ്റേ ചെറിയ MCCDക്ക് പോണതാ 320 ആംപിയർ MCCDക്ക് പോണ ബസ് ബാർ സ്ട്രിപ്പ് ഇല്ലേ, അതെ. അതൊന്നും കൂടി തിക്നെസ് കുറയില്ലേ? തിക്നെസ് കുറയും. കാര്യം എന്താ, നമുക്ക് ഈ പറയുന്ന കറണ്ട് റേറ്റിങ്ങിനുള്ള മതി, 320 ഉള്ളത് മതി. അപ്പൊ അത് അപ്പൊ വേറെ സെലക്ട് ചെയ്യണ്ട ഈ ബസ് ട്രിപ്പ് എന്ന് പറയുന്ന വേറെ സെലക്ട് ചെയ്യണം. 320 ഡിവൈഡഡ് ബൈ സെലക്ട് നമുക്ക് ചെയ്യണ്ടേ? 0.8 മതി. ആ മനസ്സിലായോ? നമുക്ക് ഈ തിക്നെസ് വേണമെന്നില്ല. ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ ആ എല്ലാവരെയും കൂടെ ബെയർ ചെയ്യാനുള്ള കറണ്ട് തിക്നെസ് ആയിരിക്കും. അപ്പോൾ ആ തിക്നെസ് ആ വേണ്ട ഓക്കെ നമുക്ക് ഓരോ ബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ അത് നമ്മൾ കുറഞ്ഞു കുറഞ്ഞു വരുമല്ലേ. പിന്നെ ഇതിൽ നിങ്ങൾ ആ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിനി ഫോൾട്ട് ലെവലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങളൊരു കൺസെപ്റ്റും കൂടെ ആലോചിക്കണം. നമുക്ക് ഈ ഫോൾട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ നമുക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഫസ്റ്റ് വരുന്ന ഫോൾട്ട് ഭയങ്കര കൂടുതലായിരിക്കും, അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ആകുന്നതിനനുസരിച്ച് കുറയും. അത് നിങ്ങളത് നിങ്ങളതിൻ്റെ കൺസെപ്റ്റുകളെ പറ്റി പഠിച്ചു വന്ന നല്ല രസമാണ് അത്. ഈ പറയുന്നതിന് ഇപ്പം ഓക്കെ നമ്മളെന്താ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന എന്താ, 1200 ആംപിയറിന്റെ ഒരു കറണ്ട് റേറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് പല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ. ഈ ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് ഇനി ആ ഈ വരുന്ന സ്ഥലത്ത് കൊടുത്തേക്കുന്ന പാനൽ ലൈറ്റിംഗ് പാനലാന്ന് പറഞ്ഞില്ലേ. ഈ പറയുന്ന ലൈറ്റിംഗ് ആ പാനലാണെങ്കിൽ ചിലപ്പോൾ ആ പാനൽ ബോർഡിൽ എന്തായിരിക്കും കാണുന്നത്, ആ പാനൽ ബോർഡിന്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ പല ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലോട്ടും പല വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലോട്ടും ഉള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത് എവിടുന്നാ, ഈ പറയുന്ന ചെറിയ ലോഡ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്ന് പഠിച്ചു വന്ന് നമ്മൾ തിരിച്ച് പാനൽ ബോർഡിൽ കയറി ഇവിടുന്ന് കയറി നമ്മൾ തിരിച്ച് ട്രാൻസ്ഫോമറിൽ ചെന്ന് അവിടുന്ന് നമ്മൾ HT സൈഡിലോട്ടാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ മനസ്സിലായോ? ഇത് ക്ലിയർ ആണല്ലോ? അപ്പൊ മനസ്സിലായി മനസ്സിലായി. ഈ പറയുന്ന എക്സാമ്പിൾ നിങ്ങളൊന്ന് ചെയ്യുക, രണ്ട് ടൈപ്പിലും ചെയ്യുക. ഒന്ന് വൺ മോട്ടർ സ്റ്റാർട്ടിങ് ഓക്കെ അറ്റ് എ ടൈമും, പിന്നെ ഓൾ മോട്ടർ സ്റ്റാർട്ടിങ് അറ്റ് എ ടൈമും. കേട്ടോ? ഓക്കെ ഓക്കെ. ഓക്കെ, ശരി. ഓ എല്ലാ മോട്ടറും കൂടെ കൂട്ടുമ്പോ എല്ലാ മോട്ടറിന്റെ എല്ലാ കറണ്ടും മോട്ടറിന്റെ കൂട്ടുക, സ്റ്റാർട്ടിങ് കറണ്ട് എടുക്കണം. എന്നിട്ട് സ്റ്റാർട്ടിംഗ് കറണ്ട് എടുത്തിട്ട് ആഡ് ചെയ്യുക അല്ലേ? ഉം, എന്നിട്ട് അതിനുള്ള കേബിൾ കാണുക, അതെ. പിന്നെ ഒരു കാര്യം കൂടെ എന്നിട്ട് കേബിൾ ശ്രദ്ധിക്കണം. കണ്ടിട്ട് ഹലോ, അതിന്റെ ബസ് ബാറും കാണുക. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ബ്രാഞ്ച് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്തായാലും നമ്മൾ എടുക്കണം. ഓ പക്ഷെ നമ്മൾ ഈ മെയിൻ ഇൻകമർ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ രണ്ട് മോട്ടർ ഉണ്ടെന്ന് വെച്ചോ. ഈ രണ്ട് മോട്ടറിന്റെ ഈ ഭാഗം, ഈ പറയുന്ന ഇവിടുന്നുള്ള MCB കേബിൾ ഒക്കെ എടുക്കുമ്പോൾ ഈ മോട്ടറിന്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് കൺസിഡർ ചെയ്യണം. പക്ഷെ നമുക്കിവിടെ ഇവിടെ ഒരു മോട്ടർ മാത്രമേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് ഈ എടുക്കുന്ന ACBയിൽ നമ്മൾ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളെ ട്രാൻസ്ഫോമറിന്റെ സൈസ് കുറച്ചും കൂടെ കുറയും. ഇല്ലെങ്കിൽ എന്താ, അറ്റ് എ ടൈം ട്രാൻസ്ഫോമറിൽ വരുന്ന ലോഡ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഓക്കെ കൺസ്യൂമറിനുള്ള മാക്സിമം ഡിമാൻഡ് കൂടും. അപ്പോൾ മാക്സിമം ഡിമാൻഡ് അനുസരിച്ച് വേണം കൺസ്യൂമർ നമ്മുടെ ഇലക്ട്രിക് സപ്ലയർ ആരാന്ന് വെച്ചാൽ, ഇപ്പോൾ KCB ആണെങ്കിലോ XYZ ഏത് ടൈപ്പ് സപ്ലയർ ആണെങ്കിലും അവരുമായിട്ട് ഒരു കോൺട്രാക്ട് വെക്കേണ്ടത് അവരുടെ മാക്സിമം ഡിമാൻഡ് അനുസരിച്ചാണ്. അപ്പം മാക്സിമം ഡിമാൻഡ് അനുസരിച്ച് അവിടെ ട്രാൻസ്ഫോമർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊജക്ടിന്റെ കോസ്റ്റ് കൂടും. ആ ട്രാൻസ്ഫോമറിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ലോസസ് കൂടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ അതെല്ലാം നോക്കിയിട്ടായിരിക്കും ഒരു ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? എന്തായാലും ഇത് അതെ. ചെയ്തിട്ട് എനിക്ക് അയച്ചു എന്തായാലും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. ആ ഞാൻ ഓക്കെ, ശരി.